Students, let us consider the next topic, that is EDLC approaches or modeling the EDLC. The term modeling in embedded product development life cycle refers to the interconnection of various phases involved in the development of an embedded product. The various approaches adopted or models used are as follows. First is the waterfall model. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കാം. അതായത് മോഡലിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ EDLC അതായത് എംബഡഡ് പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിൽ മോഡലിംഗ് എന്ന് പറയുന്നത് ഇൻ്റർ കണക്ഷനാണ്. അതായത് ഫേസസ് നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ. അപ്പോൾ ഈ ഫേസസിൻ്റെ എല്ലാം ഇൻ്റർ കണക്ഷനാണ് മോഡലിംഗ്. അപ്പോൾ അവിടെ ഒരു എംബഡഡ് പ്രോഡക്റ്റിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള ഡിഫറെൻറ്റ് ഫേസസ് അതിൻ്റെ ഒരു ഇൻ്റർ കണക്ഷൻ ആൻഡ് ഒരു അപ്രോച്ച് ഫസ്റ്റ് അപ്രോച്ച് നമ്മൾ എടുക്കാൻ പോകുന്നത് അത് വാട്ടർഫാൾ മോഡലാണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ലീനിയർ model, that is linear or waterfall model is the one adopted in most of the olden systems. In this approach, each phase of EDLC, that is embedded development product life cycle, is executed in sequence. It establishes analysis and design with highly structured development phases. The execution flow is unidirectional. അപ്പോൾ ഇവിടെ ലീനിയർ വാട്ടർഫാൾ മോഡൽ എന്ന് പറയുന്നത് ഓൾഡൻ സിസ്റ്റംസിൽ യൂസ് ചെയ്ത ഒരു മോഡലാണ്. അപ്പോൾ ഇവിടെ എല്ലാ ഫേസ് അതായത് ഓരോ ഫേസും EDLCൻ്റെ ഓരോ ഫേസും അത് സീക്വൻസിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അനാലിസിസ് ഉണ്ട്, അതുപോലെ തന്നെ ഡിസൈൻ ഉണ്ട് ആൻഡ് എക്സിക്യൂഷൻ ഫ്ലോ യൂണിഡയറക്ഷനാണ്. അതായത് ഒരു ഡയറക്ഷനിൽ മാത്രമേ എക്സിക്യൂഷൻ ഫ്ലോ ഉണ്ടാവുന്നുള്ളൂ. ആൻഡ് ദ ഔട്ട്പുട്ട് ഓഫ് വൺ ഫേസ് സെർവ്സ് ആസ് ദ ഇൻപുട്ട് ഓഫ് ദ നെക്സ്റ്റ് ഫേസ്. All activities involved in each phase are well planned so that what should be done in the next play phase and how it can be done can be decided. അതായത് ഇവിടെ ഇപ്പോൾ നമുക്ക് ഒരു ഫേസിൻ്റെ ഔട്ട്പുട്ട് മറ്റൊരു ഫേസിൻ്റെ ഇൻപുട്ടായിട്ട് സെർവ് ചെയ്യും. ആൻഡ് ഇവിടെ എല്ലാ ആക്ടിവിറ്റീസും അതായത് ഒരു ഫേസിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും വെൽ പ്ലാൻഡ് ആയിരിക്കും. സോ ദാറ്റ് എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത്, അതായത് അടുത്ത ഫേസിൽ എന്താ ചെയ്യേണ്ടത്, അതുപോലെ അത് എങ്ങനെ ചെയ്യേണ്ടത് അതെല്ലാം മനസ്സിലാക്കാൻ പറ്റും. ദ ഫീഡ്ബാക്ക് ഓഫ് ഈച്ച് ഫേസ് ഈസ് അവൈലബിൾ ഓൺലി ആഫ്റ്റർ ദേ ആർ എക്സിക്യൂട്ടഡ്. ഇറ്റ് ഇംപ്ലിമെൻറ്റ്സ് എക്സ്റ്റെൻസീവ് റിവ്യൂ സിസ്റ്റംസ് ടു എൻഷുർ ദ process flow is going in the right direction. One significant feature of this model is that even if you identify bugs in the current design, the development process proceeds with the design. The fixes for the bug are postponed till the support phase. അതായത് ഇവിടെ ഇപ്പം നമ്മൾ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് അതായത് ഓരോ ഫേസിൻ്റെ ഫീഡ്ബാക്ക് അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കിട്ടൂ. ആൻഡ് ഇവിടെ എക്സ്റ്റെൻസീവ് റിവ്യൂ സിസ്റ്റംസ് ആണ് ഉണ്ടാവുക. അതായത് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതായത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതായത് പ്രോസസ് ഫ്ലോ റൈറ്റ് ഡയറക്ഷനിൽ തന്നെ പോകുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടി. ആൻഡ് ഇവിടെ ഇപ്പം സപ്പോസ് അതായത് ഏതെങ്കിലും ഒരു ഫേസിൽ അല്ലെങ്കിൽ കറണ്ട് മോഡലിൽ എന്തെങ്കിലും ബഗ്സ്, ദാറ്റ് മീൻസ് എന്തെങ്കിലും ഡിഫക്റ്റ് അല്ലെങ്കിൽ ഫോൾട്ട്സ് കണ്ടുപിടിച്ചാൽ അത് പക്ഷേ എന്തായാലും ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് ഡിസൈൻ വെച്ചിട്ട് പ്രൊസീഡ് ചെയ്യുന്നുണ്ട്, അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ആൻഡ് എന്തൊക്കെയാണ് ഇപ്പോൾ ആ ഒരു ഫോൾട്ടിൻ്റെ അല്ലെങ്കിൽ എററിൻ്റെ എന്തെങ്കിലും കറക്ഷൻ വേണമെങ്കിൽ അത് അടുത്ത ഫേസിൽ വരെ, അതായത് സപ്പോർട്ട് ഫേസിൽ മാത്രമേ അത് ചെയ്യുന്നുള്ളൂ. സോ അത് പോസ്റ്റ്പോൺ ചെയ്യുന്നു ആ സമയം വരെ. ഓക്കെ, സോ ദിസ് ഇസ് ദ അതായത് അതിനെ നമുക്ക് ഫിഗർ നോക്കാം. ദിസ് ഇസ് ദ ഫിഗർ ഫോർ ദ വാട്ടർഫാൾ മോഡൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ EDLCൻ്റെ ഫേസസ് നമുക്കറിയാം. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സീക്വൻസിലാണ് ഓരോന്നും ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് നീഡാണ്. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക്കാണല്ലോ. അതായത് നീഡ്, ദാറ്റ് ഈസ് ഫസ്റ്റ് നീഡ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് നീഡ്, അതായത് എന്താണ് ആവശ്യം, അതായത് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ആവശ്യം എന്താണ്. നെക്സ്റ്റ് ഇസ് കോൺസെപ്ച്വലൈസേഷൻ, ദാറ്റ് ഈസ് സിസ്റ്റം ബൗണ്ടറി, CBA റിപ്പോർട്ട്, അതെല്ലാം അതിൽ വരുന്നത്. ദെൻ അനാലിസിസ്, ദാറ്റ് ഈസ് റിക്വയർമെൻറ്റ്സ് ഗാദറിങ്. ഓക്കെ, ദെൻ ഡിസൈൻ, പ്രിലിമിനറി ആൻഡ് ഡീറ്റെയിൽഡ് ഡിസൈൻ. ഓക്കെ, ദെൻ ഡെവലപ്മെൻറ്റ് ആൻഡ് ടെസ്റ്റിംഗ്. അപ്പോൾ ടെസ്റ്റിംഗ് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. യൂണിറ്റ് ടെസ്റ്റിംഗ്,
ഓക്കെ, അപ്പോൾ അതെല്ലാം അതിൽ വരുന്നുണ്ട്. ദെൻ ഡിപ്ലോയ്മെൻറ്റ്, ദാറ്റ് ഈസ് പ്രൊഡക്റ്റ് ലോഞ്ചിങ്. ഓക്കെ, പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നു മാർക്കറ്റിൽ. ദെൻ സപ്പോർട്ട് എന്ന് പറയുന്നത് മെയിൻ്റെനൻസ് ആൻഡ് ബഗ് ഫിക്സസ്. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, സപ്പോർട്ട് ഫേസിലാണ് ആക്ച്വലി എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം, അതായത് അതിൻ്റെ ആ എറേഴ്സ് ഒഴിവാക്കുന്നതും അതായത് എറേഴ്സ് കറക്റ്റ് ചെയ്യുന്നതും. ദെൻ നെക്സ്റ്റ് ഇസ് ദ അപ്ഗ്രേഡ്സ്, പ്രൊഡക്റ്റ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി അതിനെന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അങ്ങനെ. ദെൻ റിട്ടയർമെൻറ്റ്, ദാറ്റ് ഇസ് ലാസ്റ്റ് ഇസ് ദ പ്രൊഡക്റ്റ് ഡിസ്പോസൽ. അപ്പം വേറെ എന്തെങ്കിലും പുതിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഓൾറെഡി ഉള്ള പ്രൊഡക്റ്റ് ഔട്ട്ഡേറ്റഡ് ആണെങ്കിൽ അതിനെ ഡിസ്പോസ് ചെയ്യണം. So this is the figure for waterfall model. Now let us see the advantages and disadvantages or drawbacks. So advantage എന്ന് പറയുന്നത്, product development is rich in terms of documentation, easy project management, good control over cost and schedule. ഓക്കെ, അതായത് ഇവിടെ ഇപ്പോൾ ഡോക്യുമെൻറ്റേഷൻ അത് എന്തായാലും നല്ല രീതിയിൽ തന്നെ ഡോക്യുമെൻറ്റേഷൻ ചെയ്യുന്നുണ്ട്, അതായത് ഡോക്യുമെൻ്റായിട്ട് എൻ്റർ ചെയ്യുന്നുണ്ട്. ദെൻ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് അത് ഈസിയാണ്. ആൻഡ് കോസ്റ്റ് അതുപോലെ തന്നെ ഷെഡ്യൂളിൽ ഒരു കൺട്രോൾ, എന്തായാലും ഗുഡ് കൺട്രോളാണ് ഉള്ളത്. ദെൻ വി ഹാവ് ദ ഡ്രോബാക്സ്. ഡ്രോബാക്സ് ഓഫ് വാട്ടർഫോൾ മോഡൽ എന്ന് പറയുന്നത്, ഇറ്റ് അസ്യൂംസ് ഓൾ അനാലിസിസ് ക്യാൻ ബി ഡൺ വിതൗട്ട് ഡൂയിങ് എനി ഡിസൈൻ ഓർ ഇംപ്ലിമെൻറ്റേഷൻ. ദ റിസ്ക് അനാലിസിസ് ഇസ് പെർഫോംഡ് ഓൺലി വൺസ്. Working product is available only at the end of the development phase. Bug fixes and corrections are performed only at the maintenance or support phase of the life cycle. ശരിക്കും പറഞ്ഞാൽ ഇത് ഡ്രോബാക്സ് ഇതിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഇപ്പോൾ അനാലിസിസ് ചെയ്യുന്നത് അതായത് ഇപ്പോൾ എല്ലാ അനാലിസിസും ചെയ്യുന്നത് ഡിസൈനും ഇംപ്ലിമെൻറ്റേഷനും ഇല്ലാതെയാണ്. ഓക്കെ, അപ്പോൾ ദെൻ റിസ്ക് അനാലിസിസ് ഒരു പ്രാവശ്യം മാത്രമേ പെർഫോം ചെയ്യുന്നുള്ളൂ. അതായത് അനാലിസിസ് എന്ന് പറയുന്നത് ഇപ്പോൾ എന്തെങ്കിലും റിസ്ക് വരുന്നുണ്ടോ അത് നോക്കുന്നത് ഒരിക്കൽ മാത്രമാണ് നോക്കുന്നുള്ളൂ. ആൻഡ് വർക്കിംഗ് പ്രൊഡക്റ്റ്, അതായത് ഫൈനലി പ്രൊഡക്റ്റ് നമുക്ക് ലാസ്റ്റ് ഡെവലപ്മെൻറ്റ് ഫേസിൽ ഉള്ള ലാസ്റ്റിൽ മാത്രമേ നമുക്കത് കിട്ടൂ. ആൻഡ് അതുപോലെ തന്നെ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അത് ആദ്യം തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല, അവസാനം അതായത് മെയിൻ്റെനൻസ് അല്ലെങ്കിൽ സപ്പോർട്ട് ഫേസിലാണ് കറക്ഷൻസ് എല്ലാം ചെയ്യുന്നത്. ഓക്കെ, സോ അതൊരു ഡ്രോബാക്ക് ആയിട്ട് വരാം. നെക്സ്റ്റ് മോഡൽ, ദാറ്റ് ഈസ് ദ ഐറ്ററേറ്റീവ് ഓർ ഇൻക്രിമെൻ്റൽ ഓർ ഫൗണ്ടൻ മോഡൽ. Iterative and incremental development is at the heart of a cyclic software development process developed in response to the weaknesses of the waterfall model. Iterative model is a repetitive process in which waterfall model is repeated over and over to correct the ambiguities observed in each iteration. Figure illustrates the repetitive nature of the iterative model. അതായത് ഇവിടെ ഇപ്പം വാട്ടർഫോൾ മോഡലിൽ ചില വീക്ക്നെസ്സസ് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഡ്രോബാക്സ് പറഞ്ഞല്ലോ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഐറ്ററേറ്റീവ് അല്ലെങ്കിൽ ഇൻക്രിമെൻ്റൽ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നത്. അത് എന്താണ്, റിപ്പീറ്റേറ്റീവ് പ്രോസസ്സാണ്. ഓക്കെ, ഐറ്ററേറ്റീവ് മോഡൽ ഒരു റിപ്പീറ്റേറ്റീവ് പ്രോസസ്സാണ്. അതിൽ എന്താണെന്ന് വെച്ചാൽ വാട്ടർഫോൾ മോഡൽ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഓരോ പ്രാവശ്യവും അത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് ഓരോ റെപ്പിറ്റേഷനിലും അല്ലെങ്കിൽ ഓരോ ഐറ്ററേഷനിലും അത് എറേഴ്സ് കറക്റ്റ് ചെയ്ത് പോവും. ആൻഡ് ഇവിടെ നമുക്ക് ഫിഗർ നോക്കാം. ഇതാണ് ഫിഗർ. ഓക്കെ, ദർ ഇസ് സൈക്കിൾ 1, സൈക്കിൾ 2, സൈക്കിൾ n. ഓക്കെ, നോക്കാം. ദ കോർ സെറ്റ് ഓഫ് ഫങ്ഷൻസ് ഫോർ ഈച്ച് ഗ്രൂപ്പ് ഈസ് ഐഡൻറ്റിഫൈഡ് ഇൻ ദ ഫസ്റ്റ് സൈക്കിൾ. ഇറ്റ് ഈസ് ദെൻ ബിൽറ്റ്, ഡിപ്ലോയിഡ് ആൻഡ് റിലീസ്ഡ്. This release is called as the first release. Bug fixes and modification for first cycle carried out in the second cycle. Process is repeated until all functionalities are implemented meeting the requirements. ഓക്കെ, അപ്പോൾ ഇതിൽ ഇപ്പോൾ ഫസ്റ്റ് സൈക്കിൾ കണ്ടോ, ഫസ്റ്റ് സൈക്കിൾ അതായത് നീഡും കോൺസെപ്ഷനൈസേഷൻ കഴിഞ്ഞിട്ട് അനാലിസിസ് ചെയ്യുന്നത് അത് അനാലിസിസ് മുതലാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഫസ്റ്റ് അനാലിസിസ് ചെയ്തു, ദെൻ ഡിസൈൻ ചെയ്തു, ഡെവലപ്മെൻറ്റ് ആൻഡ് ടെസ്റ്റിംഗ്, ഡിപ്ലോയ്മെൻറ്റ്. ഓക്കെ, ഇനി അതിലെന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ വീണ്ടും ഒരു അടുത്ത സൈക്കിളിലേക്ക് പോകും, അടുത്ത് റിപ്പീറ്റ് ചെയ്യും, വീണ്ടും അതേ സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്യും. അനാലിസിസ്, അതേപോലെ തന്നെ ഡിസൈൻ, ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രോസസ് ടെസ്റ്റിംഗ്, ഡിപ്ലോയ്മെൻറ്റ്. ദെൻ വെർച്വൽ സപ്പോർട്ട് ഫേസ് ഫോർ സൈക്കിൾ 1. അതായത് ഇവിടെ ഈ ഒരു അതായത് ഇപ്പോൾ ഫസ്റ്റ് സൈക്കിളിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അതവിടെ ഈ ഒരു സൈക്കിൾ 2-ൽ കറക്റ്റ് ചെയ്യും. ഓക്കെ, ഇനി വീണ്ടും സൈക്കിൾ n, അങ്ങനെ കുറേ സൈക്കിൾസ്, സൈക്കിൾ n വരെ. സപ്പോസ് ഇപ്പോൾ 4 പ്രാവശ്യമാണെങ്കിൽ 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സൈക്കിൾ 4-ാമത്തെ സൈക്കിൾ വീണ്ടും അതേപോലെ ചെയ്യും.
ആൻഡ് ഡിപ്ലോയ്മെൻറ്റ്, ദെൻ സപ്പോർട്ട്, അപ്ഗ്രേഡ്സ്, റിട്ടയർമെൻറ്റ്. ഫൈനലി ഇപ്പോൾ 4 സൈക്കിൾ മാത്രമേ വേണ്ടുമെങ്കിൽ ആ 4 സൈക്കിൾ കഴിഞ്ഞാൽ ഏകദേശം എല്ലാ എറേഴ്സും കറക്റ്റ് ചെയ്തു. അപ്പോൾ ഫൈനൽ പ്രോഡക്റ്റ് നമുക്ക് കിട്ടി. അപ്പോൾ അതിന് ശേഷം ആ ഒരു സപ്പോർട്ടും അതായത് അപ്ഗ്രേഡ്സും റിട്ടയർമെൻറ്റും അത് കംപ്ലീറ്റ് ചെയ്യും. ആ ഫേസസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യും. സോ അതാണ് ഇറ്ററേറ്റീവ് ഓർ ഫൗണ്ടൻ മോഡൽ. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് that is good development cycle feedback at each function or feature implementation. Data can be used as reference for similar product development in future. More responsive to changing user needs. Provides working product model with at least minimum features at the first cycle. Minimized risk. Project management and testing is much simpler compared to linear model. Product development can be stopped at any stage with a bare minimum working product. അതായത് ഇവിടെ ഇതിൽ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഓരോ ഇംപ്ലിമെൻറ്റേഷനിലും ഒരു ഫീഡ്ബാക്ക്സ് കിട്ടുന്നുണ്ട്. അപ്പം അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെ എറേഴ്സ് വരുന്നതും കറക്റ്റ് ചെയ്യാനും പറ്റും. ഡേറ്റ ക്യാൻ ബി യൂസ്ഡ്, അതായത് സിമിലർ ഡെവലപ്മെൻറ്റ്, അതായത് ഇപ്പോൾ വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റിന് വേണ്ടി ഈ ഒരു ഡേറ്റ റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ അതായത് ഇപ്പോൾ യൂസർ നീഡ്സ്, ഇപ്പോൾ ഒരു യൂസറിന് ആ യൂസറിൻ്റെ ആവശ്യങ്ങൾ ചിലപ്പോൾ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ മാറുന്നതനുസരിച്ച് യൂസറിൻ്റെ നീഡ്സ് മാറുന്നതനുസരിച്ച് തന്നെ ഈ ഒരു മോഡൽ പ്രകാരം അത് റെസ്പോൺസീവ് ആയിരിക്കും, അതായത് കൂടുതൽ റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. അതായത് മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിലും അതിൽ ചേഞ്ചസ് വരുത്താൻ പറ്റും. ദെൻ അതായത് ഇവിടെ വർക്കിംഗ് പ്രൊഡക്റ്റ് മോഡൽ മിനിമം ഫീച്ചേഴ്സ്, അതായത് ഫസ്റ്റ് സൈക്കിളിൽ തന്നെ മിനിമം ഫീച്ചേഴ്സ് വെച്ചിട്ട് തന്നെ വർക്കിംഗ് മോഡൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് വീണ്ടും ഓരോ സൈക്കിൾ കഴിയുന്നതും അതിൻ്റെ ഫീച്ചേഴ്സ് മാറ്റാം. ദെൻ റിസ്ക് മിനിമൈസ് ചെയ്യാം, റിസ്ക് കുറവായിരിക്കും. ഓക്കെ, പ്രൊജക്ട് മാനേജ്മെൻറ്റ് ആൻഡ് ടെസ്റ്റിംഗ് ഈസ് മച്ച് സിംപ്ലർ. ഓക്കെ, കമ്പയർഡ് ടു ലീനിയർ മോഡൽ അല്ലെങ്കിൽ വാട്ടർഫോൾ മോഡൽ കമ്പയർ ചെയ്യുമ്പോൾ പ്രൊജക്ട് മാനേജ്മെൻറ്റും ടെസ്റ്റിങ്ങും സിംപ്ലറാണ്. ആൻഡ് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ഏത് സ്റ്റേജിലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് വിത്ത് എ ബെയർ മിനിമം വർക്കിംഗ് പ്രൊഡക്റ്റ്. ഓക്കെ, ഒരു പ്രൊഡക്റ്റ് കിട്ടും നമുക്ക് ഏതെങ്കിലും സ്റ്റേജിൽ നിന്നും ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഓക്കെ, ദെൻ വി ഹാവ് ദ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് എക്സ്റ്റെൻസീവ് റിവ്യൂ റിക്വയർമെൻറ്റ് ഇൻ ഈച്ച് സൈക്കിൾ, ദെൻ ഇമ്പാക്റ്റ് ഓൺ ഓപ്പറേഷൻസ് ഡ്യൂ ടു ന്യൂ റിലീസസ്, training requirement for each new deployment at the end of each development cycle, structured and well documented interface definition across modules to accommodate changes. അതായത് ഇപ്പം ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഓരോ സൈക്കിളിലും ചിലപ്പം കൂടുതൽ റിവ്യൂ വേണ്ടി വരും, അതായത് കൂടുതൽ ചെക്ക് ചെയ്യേണ്ടി വരും ഓരോ സ്റ്റേജും ഓരോ ഫേസും. ആൻഡ് സപ്പോസ് ഇപ്പോൾ ഒരു പുതിയ എന്തെങ്കിലും റിലീസ് ആവുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻസ് ചിലപ്പോൾ ഒരു എഫക്റ്റ് വരാം. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു പുതിയ പ്രൊഡക്റ്റിൻ്റെ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓപ്പറേഷൻ ആണെങ്കിൽ ആ ഒരു മോഡൽ പ്രകാരം ഐറ്ററേഷൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ ചിലപ്പം എഫക്റ്റ് ചെയ്യും. ദെൻ ട്രെയിനിങ് റിക്വയർമെൻറ്റ്, അതായത് ട്രെയിനിങ് വേണ്ടി വരും. അതായത് ഓരോ ഡെവലപ്മെൻറ്റ് സൈക്കിളിൻ്റെ എൻഡിലും ട്രെയിനിങ് ചിലപ്പം കൊടുക്കേണ്ടി വരും. ദെൻ സ്ട്രക്ചേർഡ് ആൻഡ് വെൽ ഡോക്യുമെൻറ്റഡ് ഇൻ്റർഫേസ് ഡെഫിനേഷൻ, അതായത് എന്താണ് ഇപ്പം ചേഞ്ചസ് വരുന്ന സമയത്ത് ആ ചേഞ്ചസ് ഉൾക്കൊള്ളണം. അപ്പോൾ അതിൽ ശരിക്കും അതിന് അക്കോമഡേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വീണ്ടും ഡോക്യുമെൻറ്റഡും അതുപോലെ തന്നെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡെഫിനേഷൻ വേണ്ടി വരും ഓരോ മൊഡ്യൂൾസിൻ്റെയും. അപ്പം കൂടുതൽ സ്റ്റഡിയും ചെയ്യേണ്ടി വരും ഈ ഒരു മാറ്റം വരുത്താൻ വേണ്ടി. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഇറ്ററേറ്റീവ് അല്ലെങ്കിൽ ഫൗണ്ടൻ മോഡൽ.